എല്ലാസിൻ്റെ എൻ്റെ മോൻ കുറേ ആയില്ല നാട്ടിൽ വന്നിട്ട് ഇപ്പം ലീവും കൊടുക്കുന്നില്ല. ഓൻ സർവീസുകാരുമ്പോൾ 15 കൊല്ലത്തേക്ക് എഴുതി കൊടുത്തേ ഞാനെടുത്ത് അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് കൊല്ലം തികയും എന്നിട്ട് അവൻ വരുന്നുള്ളൂ. അല്ല എന്നിട്ടും പോകുന്നില്ലേ? എന്നാ കല്യാണം കഴിപ്പിച്ചു കൊടുക്ക്. അത് മാത്രം നടക്കൂല ഞാനെടുത്ത് ഓളെ മറക്കാൻ പറ്റില്ല എന്നവൻ പറയുന്നത്. എത്രയായി ഞാൻ അവൻ്റെ പറവ് നടക്കുന്നത് കല്യാണത്തിൻ്റെ പേരും പറഞ്ഞിട്ട്. കാലത്തിന് മറക്കുവാൻ പറ്റാത്ത ഒന്നും ലോകത്തില്ല വാസന്റെ. ഇതെന്താ ഇത്തിരിയാ കിട്ടിയിട്ടുള്ളൂ? ഏട്ടൻ വരുവാനായി ഞാൻ പോന്നാ. അതുമല്ല കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെല്ലാം ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട്. എനിക്ക് പേടിയാന്ന്. കേട്ടൻ വരുന്ന് വെറേല അടുപ്പ് ചോറ് വെക്കാ. കള്ളത്തര വാസന്റെ വെറും അടിയാ പണിയെടുക്കുക. ആ എന്നാ വാസന്റെ പൂവാ കാടമ്പനാന്ന് തോന്നുന്നു. എന്റെ പടച്ചോനെ, എന്റെ പടച്ചോനെ. എടാ നമ്മളിത് ചെയ്യണോ? നീ വാ, നമ്മൾ തീരുമാനിച്ചല്ലേ. അല്ല പേടിയാണ് ഞങ്ങൾ നീ വാങ്ങി വരണ. എടാ എനിക്ക് കാടൊക്കെ കണ്ട് പേടിയാവുന്നേ. നീ വെറുതെ കളിക്കല്ലേ, നമ്മളെല്ലാം തീരുമാനിച്ചല്ലേ. എന്നാലും എനിക്ക് പേടിയാവുന്നടി. നോക്കണേ നോക്ക്, നീ വന്നിക്കില്ലേ നിനക്കിനെ നഷ്ടം. വിഷ്ണു ഷാനിയെയും കുടിച്ചാ വന്നേ. മോളെ വയറിലാകുമ്പോൾ ഓള് കയറിയങ്ങ് മെയിനാവും. അത് കണ്ടു വരും. ഓനെന്തിനാ ഓളെ കൂട്ടിയേ? ഗ്യാങ് D4 നമ്മുടെ അല്ലേ. ഓളയും കൂടെ ഇതിൽ കൂട്ടാനുള്ള പരിപാടിയാ. നീ ബാ. എടാ ഇനി എങ്ങോട്ടാ? വാ ചെന്നോക്കാം. നിങ്ങളെന്നാട് ചിരിച്ചോണ്ടിരിക്കുന്നേ? ഒരാളെ മുമ്പ് ചിരിക്കുന്ന എടാ ഇനിയും കുറെ പോവാനുണ്ടോ? ഇവിടം വരെ സാധാരണ ആൾക്കാരെ വരുന്ന നമ്മൾ കുറച്ചും കൂടി ഉള്ളോട്ട് പോകണം, എന്നാലേ ന്യൂസിൽ വരൂ. നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോയി. എനിക്കിനി വയ്യ നടക്കാൻ. തളർന്നാ? എടാ ഈ കൈതൽ മല പെട്ടോലെ എത്ര പെട്ടെന്നാ ഫേമസ് ആയേ? അവർക്ക് എത്ര ഇന്റർവ്യൂ കിട്ടി? എടാ വെറൈറ്റി മീഡിയ വരെ ഒരു ഇന്റർവ്യൂ എടുത്തിനി. ആ നാദാത്തുള്ള പിള്ളേർ തന്നെ കാട് കയറിയേ ഓരും വൈറലാകാൻ വേണ്ടിയിട്ട് തന്നെയാ. ഒരു ഇൻസ്റ്റയിലും ഫേസ്ബുക്കും യൂട്യൂബിലും കണ്ടിനാ 5 ലക്ഷം സബ്സ്ക്രൈബ് കഴിഞ്ഞ്. എന്നാലും നമ്മള് ചാനൽ തുടങ്ങിയിട്ട് എത്ര കൊല്ലായി? ഏതെങ്കിലും വീഡിയോ റീച്ച് ആയിനാ? നമ്മളാ ഏത് നമ്മള് ഗ്യാങ് D4 ഞങ്ങൾ 4 പേരുവാ. എന്താണ് അവിടെ പരിപാടി? ഗായ്സ് കൊള്ളാലോ, കുറേ ആൾക്കാരുണ്ടല്ലോ. എന്നാ പരിപാടി? അത് ചോദിക്കും ഇഞ്ഞാരാ? നീ ചോദിച്ചതിന് മറുപടി പറടാ. അല്ല പോട്ടെ, നിങ്ങൾക്ക് രണ്ടാക്കം നിക്കാട്ട് കാര്യോ? ഞാള് ഒരു വെടി പൊട്ടിക്കാൻ വന്നാ. നിങ്ങളാരാ? സദാചാര പോലീസാ? സജീഷേ, നിങ്ങള് PS ചെയ്താണ്ട് പോലീസായല്ലോ. ഇനി ഗൾഫിലൊന്നും പോണ്ട കേട്ടാ. എനിക്കൊന്നും ചോദിക്കാനും പറയാൻ ആളില്ല വീട്ടിൽ.
ഹായ് ഗേസ്, ഗ്യാങ് D4 വിഷ്ണു ആണേ. ഞങ്ങൾ പോലീസുകാരെ മുന്നിപ്പെട്ടു, സദാചാര പോലീസിൻ്റെ. ഇതാ ഒരു ഡൂക്ലി തോക്കുള്ള പോലീസും ഒരു തോക്കില്ലാത്ത പോലീസും. ഈ ചേട്ടന്മാർ ചോദിക്കുക നമ്മളെങ്ങനെ കാട്ടിൽ എടാ ഇത് വലിയ പ്രശ്നമാവല്ലോ. പിള്ളേരുള്ള യൂട്യൂബേഴ്സാ. യൂട്യൂബേഴ്സ് ഒന്നുമില്ല മക്കളെ, ഞാനിവിടെ ഇപ്പൊ ഒന്ന് ചോദിച്ചേ ഉള്ളൂ. എടാ യൂട്യൂബേഴ്സിനോട് വെറുതെ കളിക്കാൻ നിൽക്കണം. പോയില്ലായിരുന്നു, പോ. വയസ്സിലാ. പിള്ളേർക്ക് രണ്ട് കൊടുക്കേണ്ടി വരും. കളിക്കല്ലേ ഇനി അടുത്ത ആഴ്ച ഗൾഫ് പോണ്ടിയാ. ഇത് കേസായിക്കണ്ട, പിന്നെ എനിക്ക് പോകാൻ പറ്റൂല. ഇത് കേസ്. എടാ നമ്മളെ ക്യാമറ ഓൺ ആക്കിയാൽ അവന് പേടിച്ച് തൂറി ഓടി. അതന്നെ നമ്മളെ യൂട്യൂബേഴ്സിന്റെ പവർ. ഒറ്റ നമ്മളെ തൊടാൻ പറ്റൂല. എടാ ഓലെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട്. അത് പക്ഷിനെ വെടി വെക്കുന്ന ആളെ. എടാ എന്നിട്ട് നേരത്തെ അവൻ തോക്കി വേണ്ടി അപ്പൊ ഇനി പേടിച്ച് വറക്കുന്ന നടക്കല്ലോ. അത് പിന്നെ ഞാൻ മതി, ഇനി വീണർന്ന് ഉരുളാൻ നിൽക്കണ്ടേട്ടാ. എടാ പിള്ളേർ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ ഇട്ടിട്ട് നമ്മളാകണിയാ. പോലീസും കോടതിയിലും പിന്നെ ഓലോടി ഉണ്ടാവുക. ഞാൻ പിള്ളേരെ ശ്രദ്ധിക്കാം. 18 വയസ്സ് തികയണമെന്ന് സംശയ. അതുപോലെ പുറക്കാർ നോക്കിക്കോളും. എന്നാലും ആ പിള്ളേർ എന്തിനാ കാട്ടിക്കേരിയേ? ദൈവമൊന്നും മെല്ലെ നടക്ക്. എന്തെന്നാ എൻ്റെ മക്കളെ എങ്ങനെ രക്ഷപ്പെട്ടതാ? കാട്ടുപന്നി കുത്തുവാ. മുന്നിപ്പെട്ട തീർന്നതാ. എടാ ദേവിയാടെ ഓളല്ലേ മുന്നിലോടിയേ? വാ നമുക്ക് നോക്കാം. ദേവോ ദേവോ, ഞാൻ ഇവിടെ തേടെ പോയി കിടക്കുന്ന. എടാ ദേവോ, ദേവോ, എടാ ഞാനെന്തായാലും അടുത്ത ആഴ്ച തിരിച്ച് ഗൾഫിൽ പോകും. ഞാൻ പിന്നെ ഇന്ത്യ കാര്യം ആലോചിച്ചിട്ടാണ് എനിക്ക് വിഷമം. എനക്കെന്താടാ, ഞാൻ ഈ കാട്ടിലും പരിസരത്തും തന്നെ കാണും. ഇവിടെ ആവുമ്പോൾ എനക്കെൻ്റെ അമ്മ അടുത്തുള്ളൊരു ഫീലാ. ഇത് പിടിക്ക്, എൻ്റെ ലാസ്റ്റ് പെഗ് ആയിരിക്കില്ല. എന്താടാ ഇനി ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്നില്ലേ? ഗൾഫിൽ പോയിട്ട് എപ്പം വരുമെന്ന് വെച്ചിട്ടാ. എടാ എനിക്ക് മിലിറ്ററിയിലൊക്കെ റീജോയിൻ ചെയ്തൂടെ? എന്തിന്? പെറ്റ അമ്മയെ സംരക്ഷിക്കാൻ കഴിവില്ലാത്ത എനക്ക് രാജ്യത്തിന് കാവൽ നിൽക്കാൻ എന്ത് അർഹതയാടാ? അതൊക്കെ വിധിയാ, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. എന്ത് വിധി? എൻ്റെ അമ്മേനെ കൊന്ന നശിച്ച മൃഗത്തെ കൊന്നിട്ടാടാ ഞാൻ ഈ കാടിറങ്ങും. എടാ കാടമ്പനൊക്കെ ഇപ്പം ചത്ത് കാണും. 5 കൊല്ലമില്ലേ എന്ന് ചോദിച്ചാൽ അതിനാരും കണ്ടുക്കാ. ആര് പറഞ്ഞു ചത്തെന്ന്? ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് മിസ്സായതാ. അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ട് ഞാൻ തീർക്കും. ഇല്ലേ നീ പറയുന്നേ? എന്നിട്ട് ഈ കാട്ടിൽ കൊച്ചനെ വെടിയൊക്കെ എന്നെ കൊണ്ടുവന്ന് വാ പോരാണ്. എടാ നീ ബാ, പേടിക്കണ്ട, പോക്കില്ലേ? എന്നാൽ ഓളോട് പോയി. എടാ ഫൈസലേ, നമ്മളിത് എത്ര നേരം നോക്കുന്നേ? ഓള് തിരിച്ചു പോയിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നേ. ലോക്കെന്നാ പറ്റിക്കുണ്ടാവുക? എന്തു പറ്റുവേ? ഓള് തിരിച്ചങ്ങ് പോവും. നമുക്ക് പോവാ. എടാ ഓളില്ലാണ്ട് നമ്മളിങ്ങനെ പോവാ? ഓളെന്തായാലും നാട്ടിലെത്തോ. മുന്നോട്ട് വെച്ച കാലം എന്തായാലും ഞാൻ പിന്നോട്ട് എടുക്കൂല. വാ നമുക്ക് പോവാ. ബേബി, ഓക്കെന്തേലും പറ്റിക്കുണ്ടാവോ? ഇനിയൊന്ന് മിണ്ടാണ്ടിക്ക്. ഇനിയിപ്പോൾ ഓൾക്ക് എന്നെ പറ്റിയാൽ തന്നെ നമുക്ക് ന്യൂസ് വാല്യൂ കൂടും. അതുമല്ല, ഗ്യാങ് D4 ഒരാൾ കുറഞ്ഞാൽ ആ ഗ്യാപ്പിൽ എനിക്ക് കയറാം. ഇനി ഇനിയും ഉണ്ടാവും D4. വാ.
പോവാണ്ട്? ഒരു 10 കിലോമീറ്റർ ഉള്ളിൽ പോകണം. മദ്യം എനിക്ക് വയ്യ. കുറച്ചും കൂടി കയറിയാൽ ഈ പാറേന്റെ മേലെത്തു. അതാ നമുക്ക് സേഫ്. വന്യമൃഗങ്ങളൊന്നും ഉണ്ടാവില്ല. രാവിലെ നോക്കിയ പോലീസുകാർ വരുന്ന ഇവിടുന്ന് കാണാൻ പറ്റും. വാ, കുറച്ചും കൂടി കയറുന്നല്ലോ. എടാ, ഞാൻ ഈ 5 കൊല്ലം കൂടി ഗൾഫിൽ പോകുന്നുള്ളൂ. ബാങ്കിൽ ഒരു 5 ലക്ഷം റുപ്യ കടയുണ്ട്. ബാങ്കിൽ നിന്നാണ് വിളിച്ചോണ്ടിരിക്കുന്നു, ഒരു സ്വൈര്യവും ഇല്ല. അതിലിടക്കല്ലേ എനിക്ക് അറ്റേക്ക് വന്നിട്ട് സൈഡായി പോയേ. അത് എനിക്ക് വേറെ ഒരു ഭാഗത്ത്. അല്ലെങ്കിൽ ശരിയാവൂടാ. എടാ മഴ വരുന്നുണ്ടല്ലോ. എടാ പിള്ളേരാണ് ചെറിയ പരിപാടി എടുത്തു വന്നു. ഇനി പോരി, പിള്ളേരെ നോക്കണ്ട. ബാബാ, ഞാൻ മിസ്സായി എന്നറിഞ്ഞ അമ്മയും അച്ഛനൊക്കെ ടെൻഷൻ അടിക്കും. ടെൻഷൻ അടിക്കട്ടെ, അതിനിപ്പോൾ എന്താ, നമുക്ക് വൈറലാവാലോ. എടാ എൻ്റെ വാപ്പ ഇത് പറഞ്ഞാൽ എന്നെ പൊളക്കൂ. അങ്ങേർക്ക് ഈ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഹറാമെന്നാ പറയുന്നത്. എടാ ഫൈസലേ, നമ്മൾ യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുമ്പോൾ അതെല്ലാം മാറിക്കോളും. ഒന്നും കൊണ്ട് പേടിക്കല്ല. എല്ലാ ചിന്നു എനിക്ക് കാര്യങ്ങളിൽ അറിഞ്ഞൂടെ. ഞാൻ ഇപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച ഗൾഫിലേക്ക് പോകുന്നല്ലേ. അവിടെ എത്തിയിട്ട് എൻ്റെ കമ്മിക്കാരുടെ കുറച്ച് പൈസ ആക്കിയിട്ട് ഈ മാസം നമുക്ക് ബാങ്കിൽ അടക്കാം. എങ്ങനെയെങ്കിലും കടയിലൊന്ന് തീർന്നാ മതി. ഞാൻ ബാങ്കിലെ മാനേജർ എന്നെ വിളിച്ചിരിക്കുകയാണ്. ഞാൻ അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിക്ക്. 2 ലക്ഷം രൂപ എന്തെന്നാടാ നേരത്തെ ബാങ്കിലൂടെ ആൾ വന്നിരിക്കാനും എനിക്കൂല 2 ലക്ഷം തരുവേ. ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ പറയുന്നേനു. നീ എൻ്റെ കാര്യം പെട്, നീ ബാങ്കിലെ കാര്യം ക്ലിയർ ചെയ്യാൻ നോക്ക്. എടാ പിന്നെ നമ്മളെ മുള്ളനാടൻ്റെ പറമ്പത്തുണ്ട് ആന കയറി. എൻ്റെ മോനെ, ഞാൻ ഇന്ന് ഉച്ചക്ക് ബാങ്കിൽ പേര് ഓരാടില്ലേ. ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ള അവിടെ കൃഷി ചെയ്യാൻ തുടങ്ങി. അതെല്ലാം നശിപ്പിച്ച് എനിക്കുണ്ടാവില്ലേ. മൊത്തം പോയി എന്നാ പറഞ്ഞേ. നീ നമുക്ക് നോക്കിയിട്ട് വരാലോ. ചിന്നു ഞാൻ വാതിൽ അടച്ച് കിടന്നു. ഞാൻ ഒന്ന് പോയിട്ട് വരാട്ടാ. ഉടയില്ലാലും മോനെ, നമുക്ക് ഇത് വൈകാം. കൂടെ വരാം, 2 കൂടെ. ഇവിടെ ആനയുണ്ടോ? എനിക്ക് പേടിയുണ്ടാ? നമുക്ക് അങ്ങോട്ടേക്ക് മാറി നിന്നാലോ? വരുമ്പോഴേ പറഞ്ഞാ മോനെ, കീപ് ഡിസ്റ്റൻസ്. അടങ്ങി അവിടെ ഇരുന്നോ. എന്താ പെണ്ണേ, ഞാൻ എന്നെ കെട്ടുന്നല്ലേ? ആദ്യം കേട്ടെ, എന്നിട്ട് ആലോചിക്കാം. രാജു, ഞാൻ ആകെ ബേജാറായിട്ടല്ലേ. ശ്രീൻ്റെ ഫോൺ വിളിച്ചിട്ട് അത് സ്വിച്ച് ഓഫാ. ഷാനീൻ്റെ ഫോണും സ്വിച്ച് ഓഫാ. ഞാൻ കുറേ സമയമായി ട്രൈ ചെയ്യുന്നത്. ഭാസ്കരേട്ടനും വിളിച്ചിക്ക്. വിഷ്ണു ഇതുവരെ വർക്കെത്തിക്കില്ല. എന്നാൽ പിന്നെ ഇവരെല്ലാം ഒന്നിച്ചായിരിക്കും പോയിക്കുണ്ടാവും. ഇനി ഒരു കാര്യം ചെയ്യ്, നീ കുറ്റിയടി എത്ത്, നമുക്കൊന്ന് ടീച്ചറെ പുറക്ക് പോയാലോ? ആ, എന്നാൽ പിന്നെ ഞാൻ ഭാസ്കരേട്ടനെയും വിളിച്ച് പറയാം. എനിക്കെന്താ, എനിക്ക് കിടന്നുറങ്ങിക്കോറോ? എങ്ങനെ ഉറങ്ങാനാ? ആനയുടെ ഒക്കെ ശബ്ദം കേട്ട് പേടിയാവുന്നു. ഇന്നൊരു രാത്രി നമ്മൾ കഷ്ടപ്പെട്ടാൽ മതി. നാളെ കേരളം മൊത്തം നമ്മളായിരിക്കും ഉണ്ടാവുക ന്യൂസിൽ. ബ്രേക്കിംഗ് ന്യൂസ്, ഗാങ് D4 കുട്ടികളാണ് മിസ്സിംഗ് ആയത്. കുട്ടികളെ തേടിയിട്ട് പോലീസ് ഫോറസ്റ്റ് ഒക്കെ കാത്തിലേക്ക്. ശ്രീയോ ഷാനി വിഷ്ണു ഇന്ന് ആബ്സെന്റ് ആണല്ലോ. ടീച്ചർ എന്നാ പറയുന്നത്? ഷാനി ഇന്ന് രാവിലെ സ്കൂളിലേക്കല്ലേ വന്നേ? വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും, സ്കൂൾ എത്തിയിട്ടില്ല. തേടിയാ പഠിച്ചോ നൈറ്റ് നിങ്ങൾ പോയേ. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഓരോ ക്ലാസ് ടീച്ചർ ഒന്ന് വിളിച്ചു നോക്കട്ടെ. നിങ്ങൾ കയറിയിരിക്കും. എന്നാലും ഇവരെവിടെയാ പോയിക്കുണ്ടാവുക? നിന്റെ ചെക്കൻ തന്നെ എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്നു. നിങ്ങൾ കുടുംബക്കാർ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കല്ല. നമ്മളെ മക്കളെവിടെയാ ഉള്ളത് നമ്മൾ ആദ്യം അന്വേഷിക്കുക. ദേവ് അങ്ങ് എത്തിക്കണ്ടാവാ. ഓളങ്ങ് എത്തിക്കണ്ടാവും. ഇനോട് നമ്മൾ ഒറ്റ കൊടുക്കുമെന്ന് എനിക്കൊരു പേടി. ഓള് ഒറ്റൂല, അങ്ങനെ കുറപ്പാ. ശരി ടീച്ചറെ. ക്ലാസ് ടീച്ചർ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഗാങ് D4 ഇന്ന് ക്ലാസ് കയറിയിട്ടില്ല. ഗ്യാങ് D4ഓ? അപ്പം നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലേ? ഒന്ന് മനസ്സിന് തിരിയുന്ന ഭാഷയെ പറ ടീച്ചറെ. ശ്രീയ, ദേവനന്ദ, ഫൈസൽ, വിഷ്ണു ഇവരാണ് ഗാങ് D4. ഇതിവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരാ. ദേവനന്ദ മറ്റൊരു കുട്ടീനോട് പറഞ്ഞിട്ടുണ്ട് എന്തോ വീഡിയോ എടുക്കാൻ പോകണമെന്ന്. ടീച്ചറെ, എൻ്റെ മോള് ഷാനിയും ഓരോ കൂടെ തന്നെയായിരിക്കും പോയിട്ടുണ്ടാവുക. ആയിരിക്കാം. വിഷ്ണുവിനെ ഷാനിനെയും അധികം ഒരുമിച്ച് കാണലുണ്ട്. അല്ല ടീച്ചറെ, എന്നാൽ ഇവരെവിടെയാ പോയിട്ടുണ്ടാവുക? അറിയില്ല. നിങ്ങളൊരു കാര്യം ചെയ്യ്, പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്ക്.
എടാ ഫർഹാദ് നാളെ ലൈവ് ഇടുന്ന ഉറപ്പല്ലേ? എടാ ഓൻ ലൈവ് ഇട്ടില്ലെങ്കിലും പോലീസ് എവിടെ എത്തും. എനിക്കറിയാനിട്ടാ കേരള പോലീസിന്. എടാ ഓനെങ്ങാനും ലൈവ് ഇട്ടിക്കില്ലേ നമ്മൾ പെട്ടേ. എടാ നമ്മൾ മിസ്സിങ് എന്ന് തന്നെ നമ്മളെ പേരൻസ് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കും. നമ്മളെ ലാസ്റ്റ് ലൊക്കേഷൻ നോക്കിയിട്ട് പോലീസുകാർ ട്രാക്ക് ചെയ്തിട്ട് എത്തിക്കോളും. ഇനി ഒന്നും കൊണ്ട് പേടിക്കണ്ട. അന്നേരം ഇന്ന് നൈറ്റ് നമ്മളെ പൊക്കൂലേ? എടാ പൊട്ടാ, അതിനല്ലേ നമ്മൾ നാദാവരത്തിന് എല്ലാവരും കൂടി ഫോൺ ഫ്ലൈറ്റ് മോഡിൽ ഓണാക്കിയേ. അപ്പം നമ്മളെ ലാസ്റ്റ് ലൊക്കേഷൻ നാദാവരത്താണ് കാണിക്കുക. ആടുന്ന് ഇനി CCTV എല്ലാം നോക്കി മാപ്പെല്ലാം നോക്കി ഇങ്ങ് വരുമ്പോഴത്തേക്ക് നാളെ രാവിലെ ആവും. ഫൈസൽ എവിടെ പോയി? ഓനെവിടെ പോയി? എൻ്റെ അടുത്തല്ലേ ഇടുന്നേ? അവനെവിടെ? എനിക്ക് പേടിയാ. ഓനെവിടെ പോയേ? നിങ്ങൾ ടെൻഷൻ അടിക്കില്ല, ഓൻ 2 പോയായിരിക്കും. ഞാൻ ഒന്ന് നോക്കിയിട്ട് വരുന്നു. ഹലോ ഗായ്സ്, ഫർഹാദ് പൈങ്ങോട്ടായാണ് നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ള ഒരു സങ്കടപ്പെട്ട കാര്യം പറയാനാണ്. എൻ്റെ 5 ഫ്രണ്ട്സ് ട്രക്കിങ്ങിന് പോയിട്ട് ഈ ഒരു മലേൻ്റെ മുകളിൽ കുടുങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിവരങ്ങൾ കേരളത്തിലെ എല്ലാ യൂട്യൂബേഴ്സ് ഏറ്റെടുത്തിട്ട് നല്ലോണം വിജയിപ്പിക്കുക. പിന്നെ ഇത് കാണുമ്പോൾ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് എല്ലാം സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ അത് മാത്രമല്ല, ഈ പോയ ആൾക്കാരുടെ ഏജ് ഗസ് ചെയ്തിട്ട് കമന്റ് ഇടുന്ന ആൾക്കാർക്ക് iPhone 17 Pro Max ഞാൻ ഗിവ് അവേ തരുവേ. അപ്പോൾ ശരി. ഫർഹാദ് പൈങ്ങോട്ടായി എന്തൊന്ന് കൈക്കോട്ടാ? എന്ത് കൈക്കോട്ടി? ഇത് ഫേമസ് ബ്ലോഗറാ. അത് ഫർഹാദ് പൈങ്ങോട്ടായില്ലേ? അമ്മ നമുക്ക് ഫോട്ടോ എടുക്കാം. ഞാനൊരു സെൽഫി എടുത്തോട്ടെ. ഫോട്ടോ എല്ലാം പിന്നെ എടുക്കുക. നിങ്ങളൊന്നും അറിയില്ല, 5 കുട്ടികളാണ് ഈ ഒരു മലയെ നമ്മൾ കുടുങ്ങിയിട്ടുള്ളത്. മരിച്ചിട്ടുണ്ടോ ജീവനുണ്ടോ എന്ന് പോലും അറിയൂല. എന്നാലും ഒരു സെൽഫി. ഓ അതിനെന്താ, നിന്നോ. നോക്കുന്നേ, നമ്മളെ കാട്ടിലുണ്ട് 5 പിള്ളേർ കുടുങ്ങിക്ക്. ഏത് കാട്ടില്? നമ്മളെ ഇവിടുത്തെ കാട്ടിലെന്ന്. ഇങ്ങോട്ട് ആരാ പറഞ്ഞേ? നമ്മളെ യൂട്യൂബർ ഫർഹാദ് പൈങ്ങോട്ടായാലും വന്നിട്ടുണ്ട്. ഞാൻ ഒരു സെൽഫി എടുത്തേക്ക്. പടച്ചോനെ, ഇന്നലത്തെ പിള്ളേർ കാട്ടിൽ ഇറങ്ങിയിട്ടില്ല. ഫൈസൽ, ഫൈസലേ, ആ ഇങ്ങേടാ. ഞാൻ ഇവിടെ താഴണ്ടാ. ഇങ്ങോട്ട് വാ. എടാ ഒന്ന് വേഗം വാടാ. വരുന്നടാ. ഫൈസലേ, ഫൈസലേ, വാ എണീക്ക്. എടാ ദിലീപ്, ദിലീപാ, എന്തെന്നാടാ എടാ ഇന്നലെ കണ്ട പിള്ളേർ കാട്ടിൽ നിന്ന് ഇറങ്ങിക്കില്ലല്ലോ. ഇങ്ങോട്ടാ പറഞ്ഞേ? എടാ യൂട്യൂബർ ഫർഹാദ് പൈങ്ങോട്ടായാലും വന്നിട്ട് ഫുള്ള് വീഡിയോ ഫേസ്ബുക്കിൽ. ഇതൊന്നും ഇഞ്ഞ് കണ്ടിക്കില്ല. ഞാൻ വരുന്നു, ഇങ്ങോട്ടേക്ക്. സംഭവം ഉള്ള തന്നെയാ. ഞാൻ ഇന്നലെ കണ്ടല്ലേ 5 പിള്ളേർ കാട്ടിലേക്ക് കയറി പോന്നേ. ആ എടാ വാ പോവാ. ഷാനി വാ പോവാ. ഇവിടുന്ന് ശരിയാവില്ല, സാധനം എടുക്ക്. വാ. എന്തെന്നാ? കാട്ടു വന്ന് നമ്മളെ ഫൈസലിനെ കുത്തി. നിങ്ങൾ ഇതെല്ലാം എടുക്ക്, വാ പോവാ. എനക്ക് അന്നേരെ തോന്നിക്ക പിള്ളേരെ കളി കണ്ടാരോ. പോലീസെല്ലാം വന്നോട്ടെ. ആ കാടമ്പന്റെ മുന്നിൽപ്പെട്ട് നമ്മൾ തീർന്നു. അതിന് നോക്കില്ല. എടാ എനിക്ക് അടുത്ത ആഴ്ച ഗൾഫ് പോകേണ്ടി, അത് എനിക്ക് പേടിയാന്ന്. നമ്മൾ തിരിച്ചു പോവാ. എന്നാ ഞാൻ തിരിച്ചോട്. എടാ നീ തോക്ക് കാണുന്നില്ലേ? തോക്കാ? ഇത് കൊച്ചനെ എവിടെ വെക്കുന്ന തോക്കല്ലേ? ഞാൻ 5 കൊല്ലം മിലിറ്ററിയിൽ തെരച്ചല്ല. എടാ ഓരല്ലേ അടിയുള്ള
എൻ്റെ ഷാനി. ചെകുത്താൻ മലയിൽ നിന്നും സുജേഷ് ചേരുന്നു. യാങ് D4 എന്ന യൂട്യൂബ് ചാനലിലെ കുട്ടികളാണ് കാട്ടിൽ അകപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം കാട്ടിൽ വെച്ച് കുട്ടികളെ കണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. എടാ ഞാൻ ഷാനിനെ നോക്കിയിട്ട് വരാം. എടാ നീ ഇപ്പൊ പോയി ആ പന്നീൻ്റെ മുമ്പ് പെടൂ. എനിക്ക് എൻ്റെ ഷാനിനെ കാണണം. അവള് പോട്ടടാ, അവള് പോയാ എന്താ നമുക്ക് ന്യൂസ് പേപ്പറിൽ കൂടിയില്ലേ. ഞങ്ങൾ അങ്ങോട്ട് പോയേ പറ്റും. ആരും വിടില്ല. ഇങ്ങോട്ട് പറ്റുമോ? കാട്ടിൽ കയറിയിട്ട് 24 മണിക്കൂറായി. ഇതുവരെ ഫോറസ്റ്റിന് ആരും എത്തിയിട്ടില്ല. ഇത് തീർത്തും ഭരണകൂടത്തിന്റെ അനാസ്ഥയാണ്. ഷാനി, ഷാനി. എന്താ അവിടെ പ്രശ്നം? പോയാ പറ്റും. എന്താ പ്രശ്നം? സാറേ ഞങ്ങളെ കുട്ടികളെ കാണാണ്ടായിട്ട് സമയത്തിനായി. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അതിനു വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. മനസ്സിലായോ? എല്ലാവരും ഒന്ന് മാറ്റി നിർത്തിയേ. എല്ലാവരും മാറിക്കേ. ബാക്കിയുള്ളവല്ലേ? ജില്ലാ കളക്ടർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മേഡം ഇവളെ കുറിച്ച് വിവരം കിട്ടിയോ? പോലീസ് ഫോറസ്റ്റും തിരച്ചിലിന് പോയിട്ടുണ്ട്. മാഡം, വളരെ ഡേഞ്ചറായ ഒരു കാട്ടുപന്നി കാട്ടിലുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. കുട്ടികൾ സുരക്ഷിതരാണോ? നിങ്ങൾ ആൾക്കാരെ വെറുതെ പാനിക് ആക്കരുത്. വന്യമൃഗങ്ങളൊന്നും ഈ കാട്ടിലില്ല. എടാ ഷാനിയും ശ്രീയൊക്കെ എവിടെ? ഞാൻ കണ്ടില്ല, എനിക്കറിയില്ല. ശ്രീ, എടാ വാ പോ, എണീക്ക്. ഒരു വെടി കൊണ്ടിക്ക് ചത്തിക്കില്ല. ഇനി ഇവിടെ നിന്ന് അപകടം. എടാ എണീക്ക്, സഹിച്ച് വരെ എണീപ്പിക്ക്. ജീവൻ വെച്ചോ. സാറേ, കുട്ടികൾ വൈകിട്ടതാ. ഈ കാട്ടുകാരെ അത്ര പെട്ടെന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. വന്യമൃഗങ്ങൾ വല്ലതും ഉണ്ടോടോ? സാറേ, ആനയാണ് ഇവിടെ കാണാറ്. 2 വർഷം മുമ്പേ ഒരു അമ്മയെ പന്നി കുത്തി കൊന്നിരുന്നു. എന്നിട്ട് നിങ്ങൾ അതിനെ വെടിവെച്ച് കൊന്നതല്ലേ? സാറേ, അതിന് കൊല്ല ഓർഡർ കിട്ടിയിരുന്നു. പക്ഷെ അതിന് കിട്ടിയില്ല.
എന്തിനാ പഠിച്ചോന്നെ ഈ കാട്ടിലെല്ലാം പോയത്? സാറേ, ഒരു പെൺകുട്ടി കിടപ്പുണ്ട്, ജീവനില്ല. സാറേ, 2 കുട്ടികൾ ഇവിടെ ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ? ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ എത്ര പേരാ ഉള്ളത്? സാറേ, ഞങ്ങൾ 5 പേരാ ഉള്ളത്. നിങ്ങൾ 5 പേരും ഒരുമിച്ച് കയറിയാണോ? വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഞങ്ങളിപ്പോൾ പങ്കുവെക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. വളരെ ദുഃഖകരമായ ഒരു വാർത്ത കൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ട സജീഷ് എന്നാളുടെ മൃതദേഹം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. വളരെ അപകടകാരിയായ കാടമ്മൻ എന്ന് പറയുന്ന കാട്ടുപന്നിയാണ് അവരെ ആക്രമിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ദേവ് എന്ന് പറയുന്ന പെൺകുട്ടി ഇപ്പോഴും മിസ്സിംഗ് ആണ്. അവൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ചെകുത്താൻ മലയിൽ നിന്നും ക്യാമറാമാൻ അക്ഷയനോടൊപ്പം സുജേഷ്.